ഏതായാലും ഇത്തവണ മോളുടെ ബർത്ത്ഡേ കുറിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ചേ പറ്റൂ. കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ബർത്ത്ഡേന്നും വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് എത്ര പാർട്ടിയാ തന്നിരിക്കുന്നത്. അപ്പൊ തിരിച്ചും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ചെയ്യണം. അതാ മര്യാദ. അപ്പോ മോടെ ബർത്ത്ഡേക്കാൾ ഇമ്പോർട്ടൻസ് സഹപ്രവർത്തകരോടുള്ള കണക്ക് തീർക്കുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, പക്ഷെ കാശ് കുറച്ച് ചെലവാകും കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോടൊന്ന് മനസ്സിലായിക്കോണം. ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ആ പിന്നെ ഇതൊന്നും നമ്മുടെ തറവാട്ടുകാർക്ക് രസിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇത്തവണ ബന്ധുക്കൾ ആരും വേണ്ട. ഇല്ലതെ എന്താ ഈ പറയുന്നത്? ഇത്രയും വിപുലമായൊരു ഫംഗ്ഷൻ നമ്മൾ നടത്തുമ്പോൾ അവരെ വിളിക്കാതിരിക്കുന്നത് മോശമല്ലേ? എന്ത് മോശം? മോശമാണ്. ആ പ്രഭയ്ക്ക് അവരൊക്കെ കൂടിയേ തീരുമെങ്കിൽ ആയിക്കോ. പക്ഷെ മാന്യമാര് വരുന്ന സ്ഥലമാ. ആ കിളവനെ മാത്രം അങ്ങോട്ട് കെട്ടിയെടുത്തേക്കരുത്. കിളവനല്ല, വല്യച്ഛൻ. ആ വല്യച്ഛനെങ്കിൽ വല്യച്ഛൻ. വല്യച്ഛൻ വരുമെന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട. എത്ര ഗതികളുണ്ടെങ്കിലും കുറച്ചൊക്കെ അഭിമാനമുള്ള മനുഷ്യനാ. അന്ന് അപ്പച്ചന്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കിയത് മനഃപൂർവ്വമാണെന്നൊക്കെ വലിച്ച മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നീ അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ചാലും എന്റെ വല്യച്ഛൻ വരില്ല. ആ അകത്തേക്ക് കൊണ്ട് വെക്ക്. ആ കഴിഞ്ഞില്ലേ? അപ്പൊ മറക്കല്ലേ, ഞാൻ എല്ലാം റെഡിയാക്കിയാ വന്നേക്കണേ. പാർട്ടി കഴിഞ്ഞ ഉടനെ എന്റെ കഥാപ്രസംഗം. ആരാ പറഞ്ഞത് നന്നായിട്ടില്ലെന്ന്? അമ്മയൊക്കെ സുന്ദരിയായിട്ടുണ്ട്. നീ നടങ്ങി നിൽക്കേ. നിന്നെ ഒരുക്കിയിട്ട് വേണം അച്ഛൻ അങ്ങോട്ട് റെഡിയാവാൻ. അച്ഛന് അമ്മ പുതിയ ഷർട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് പാർട്ടിക്ക് പോണ്ടേ? അത് മമ്മി വിളിച്ചിട്ടുള്ള VIP ഒക്കെ വന്നു കഴിയുമ്പോ മമ്മി പറയുമ്പോ മോള് കേക്ക് എടുത്തിട്ട്. അയ്യോ ഞങ്ങൾ റെഡി. നേരെ എത്ര ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഞാനായിട്ട് വല്യച്ചോട് പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ അങ്ങേര് വരാൻ പാടില്ല. ഇക്കാര്യത്തിൽ നിനക്കെന്തിനാ എത്ര വാശി? വല്യച്ഛൻ എവിടെങ്കിലും ഒതുങ്ങിയിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് വെക്കുള്ളൂ. പിന്നെ ഒതുങ്ങുന്ന ഏനല്ലേ? എന്തെങ്കിലും കഴിക്കുന്നതാണല്ലോ പ്രശ്നം. അതിനെതിരെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഇവിടെ കൊടുത്താ പോരെ? അഥവാ ഇനി അങ്ങേര് വരണമെന്ന് പ്രഭയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോ. പക്ഷെ ഞാൻ വരുന്നില്ല. ഇനിയുള്ള കാലം വല്യച്ഛനും മോനും കൂടെ അങ്ങ് ജീവിച്ചോ. ദീർഘായുസായിരിക്കട്ടെ. ഇനി മോക്ക് അപ്പൂപ്പനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാവോ? മിഠായി, കളിപ്പാട്ടം. അല്ല, സുല്ല്. സുല്ല്. ആ അപ്പൂപ്പൻ കാണിച്ചു തരാം. ഇനി ഇത് മോളെ നിട്ടോണ്ട് വന്നേ. അപ്പൂപ്പനൊന്ന് കാണട്ടെ. വല്യച്ചോ, വല്യച്ഛൻ സമയത്ത് തന്നെ എത്തി കേട്ടോ. പോടാ, നീ വല്യച്ചാ കുല്യച്ചാന്നൊന്നും എന്നെ വിളിക്കണ്ട. ഈ കണ്ണി കണ്ട നാട്ടുകാരെ മുഴുവൻ എന്റെ അമ്മൂക്കുട്ടിയുടെ പിറന്നാൾ അറിയിച്ചപ്പോ നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അറിയിച്ചില്ലേലും ഞാൻ വരും. അവിടെ പിറന്നാള് നിന്നേക്കാൾ ഓർമ്മയുണ്ടടായിരിക്കേ. കുംഭത്തിലെ മകം. എന്നാലേ ഞാൻ മനഃപൂർവ്വം വല്യച്ഛനെ വിളിക്കാതിരുന്നതാ. എന്താ കാര്യം നീ ഇതില്? എന്താ കാര്യം? ഹേമലത ബർത്ത്ഡേ പാർട്ടിക്ക് നാട്ടിലുള്ള സർവത്ര ഡോക്ടർമാരെയും കമ്പൗണ്ടർമാരെയും രോഗികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവക്ക് പൊങ്ങച്ചം കാണിക്കാനുള്ള ഏർപ്പാടാ. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ പോകുന്നേ. ഇനിയിപ്പൊ ഡോക്ടറമ്മയുടെ ഹസ്ബൻഡ് എവിടെയെന്ന് പാർട്ടി ആരെങ്കിലും ചോദിച്ചാൽ അങ്ങ് മാനം പോകത്തില്ലയോ? അവിടെ എന്റെ വല്യച്ഛൻ വന്നാൽ ഒരു മൂലയിൽ ഒതുങ്ങി വായും നോക്കി നിൽക്കേണ്ടി വരും. അതെനിക്കിഷ്ടമല്ല. മാങ്കോയിക്കൽ അച്യുതക്കുറുപ്പ് വലിയ പടത്തലവന് കിട്ടേണ്ട ബഹുമാനം എവിടെ ചെന്നാലും കിട്ടണം. അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. നീ ആ പറഞ്ഞ നേരാ. കുടുംബത്തിൽ നമുക്ക് എങ്ങനെയാകാം. പക്ഷെ നാട്ടുകാരുടെ മുമ്പിലുണ്ടല്ലോ നമ്മുടെ വില കാത്തേ പറ്റൂ. ഞാൻ വരുന്നില്ലടാവേ, നീ ചെല്ലേ. ഒന്നിങ്ങോട്ട് വന്നേ. വിളി തുടങ്ങി. ഞാൻ പോയി തരാം. ചവനെ നോക്കി വെച്ചേ പോകാവേ. അതൊക്കെ കാലത്ത് ആര് നോക്കുന്നു? ചാകൂന. അപ്പൂപ്പൻ എന്തുവായി കാണുന്നേ? എന്റെ മോളൊക്കെ സുന്ദരിയായല്ലോ. നീശ അപ്പൂപ്പന് വയ്യ മോളെ. അപ്പൂപ്പൻ വരുന്നില്ല. മോള് പൊക്കോ. എന്താ മോളെ ഇത്? എന്താ നീ കാണിച്ചേ? ബർത്ത്ഡേക്ക് വരുമ്പോ അപ്പൂപ്പന്റെ ഈ മീശ കാണിച്ചു കൊടുക്കാന്ന് ഞാൻ ഷെറിനോട് ശാരിയോട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ ഈ മീശ കാണാനും കഥ കേൾക്കാനും അവര് വരുന്നേ. മോളിങ്ങനെ സാക്ഷ്യം പിടിച്ച അപ്പൂപ്പൻ എന്തോ ചെയ്യും? വിളിക്കുന്നു. പോ. ഞാൻ പോവാനല്ലേ പറഞ്ഞേ? പോ. അപ്പൂപ്പൻ വന്നില്ലെങ്കിലേ അപ്പൂനോട് ഞാൻ ഇനി മിണ്ടത്തില്ല. ചണ്ട.
Happy birthday to you. Happy birthday, dear Ammu. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear Ammu. Happy birthday to you. ഇനി എന്റെ കഥാപ്രസംഗം തുടങ്ങട്ടെ കൊച്ചമ്മാവ? അതൊക്കെ സമയം വരുമ്പോ ഞാൻ പറയാം. തൽക്കാലം മിണ്ടായിരിക്കും. മിണ്ടാതിരുന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പിറന്നാളിനെ കുറിച്ചുള്ള എന്റെ കഥ മുക്കാബില തുടങ്ങട്ടെ? പ്ലീസ്, നമുക്കിനി ഭക്ഷണത്തിലേക്ക് കിടക്കാം. വരൂ. അമ്മുക്കുട്ടിയെ മോളെ. ഹായ് മീശ അപ്പൂപ്പ. ആ അപ്പൂപ്പനെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു. മോള് നിർബന്ധിച്ചോണ്ടാ അപ്പൂപ്പൻ വന്നേ. അപ്പൂപ്പൻ ഉടനെ പോകുവോ? എല്ലാം കഴിഞ്ഞിട്ടേ പോവൂ. അപ്പൂപ്പ എന്നാ ഒരു കഥ പറഞ്ഞു ഓ അപ്പൂപ്പ. വാട്ട് നോൺസെൻസ്. കണ്ണുണ്ടൂടെ? അറിഞ്ഞില്ല, ക്ഷമിക്കും മോളെ. സോറി ഡോക്ടർ, ഐ എം വെരി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അതെ, എന്തായി കാണിച്ചത്? വയസ്സും പ്രായമായ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അതെങ്ങനെയാ? എവിടെയും വലിഞ്ഞിറങ്ങി വന്നോളും. തൃപ്തിയായില്ലേ? എന്റെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്തപ്പോ പ്രവിക്ക് തൃപ്തിയായല്ലോ. ഇനി അയാൾ വീണ്ടും നീ ഒന്ന് ശ്രമിക്കും. വല്യച്ഛനൊരു അബദ്ധം പറ്റിപ്പോയതാ. പിന്നെ ന്യായീകരിക്കണം. അയാൾ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. സംഭവിക്കേണ്ടത് സംഭവിച്ചു. നീ അത് വലിയ ഇഷ്യൂ ആക്കാതെ. പ്രഭയ്ക്ക് അയാളെ ഇവിടെ ഇറക്കി വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഇറക്കി വിടും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞു വിടാം. പക്ഷെ മറ്റുള്ളവരുടെ കുറവുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുമില്ല, വല്യച്ഛന്റെ പ്രായമെങ്കിലും ഒന്ന് കണക്കിലെടുക്കണ്ടേ? എനിക്ക് ഈ തത്വചിന്തയും വേദാന്തമൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ശരി, ഇനി പറയാനും പോകുന്നില്ല. എനിക്കൊരല്പം വേദാന്തം മനസ്സിലുണ്ടായതാണ് എന്റെ തെറ്റ്. ഇനി മുതൽ ഞാനത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. വല്യച്ഛനെന്താ എവിടെ വന്നിരിക്കുന്നത്? ഒരു കൈ അബദ്ധം പറ്റി പോയടാവേ. ആ പെങ്കൊച്ചിന്റെ ദേഹത്ത് ഒന്നും സാരമില്ല. ഇവിടെ ഓരോരുത്തർ അവസാനം കുടിച്ച് ഛർദ്ദിക്കുക പതിവ്. ഓ എന്തൊരു തിക്കും തിരക്കുവാടായോ. അതെ അതെ, ഞാനും ആലോചിക്കായിരുന്നു. എനിക്കാണെ ഭയങ്കര ശ്വാസം മുട്ട. വല്യച്ഛൻ എത്ര നേരം എങ്ങനെ സഹിച്ചോണ്ടിരുന്നു? നമുക്കേ പിന്നെ പുറത്ത് വേണേ പോയിരിക്കാം. ഞാനിവിടെ ഞാൻ നിന്നോളാം. അവിടെ അതിന്റെ അല്ല, പുറത്ത് വരുന്ന നല്ല കാറ്റ് കിട്ടും. ഞാനൊന്നും കഴിച്ചില്ലടാ. ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം അങ്ങ് പുറത്തേക്ക് എടുക്കാം. വല്യച്ഛ, ഞാൻ ആലോചിക്കുന്നതേ, നമുക്കങ്ങ് പോയാലോ? എങ്ങോട്ട്? വീട്ടിലേക്ക്. ഈ തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ സ്വസ്ഥമായവരുടെ തിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യാം. ഇത്ര ആൾക്കാർക്ക് ആഹാരം വെച്ച് കാത്തിരിക്കുമ്പോ നമ്മളത് ഉപേക്ഷിച്ചിട്ട് പോണ മര്യാദയാണോടാ? നമുക്കങ്ങ് പോകാൻ വല്യച്ഛ, അതാ നല്ലത്. എന്നാ നീ വരണ്ടടാവേ, ഞാനങ്ങ് പോയേക്കാം. ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പ്രഭാര, എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ ഒന്ന് പോണം. നാളെ ആറാട്ടല്ലയോ, ഒരു വർഷവും ഞാൻ മുടക്കിയിട്ടില്ല. ഇപ്പൊ പോയാലേ നാളെ രാവിലെ ഇവിടെ എത്തും. വലിച്ച ഞാൻ പറയുന്നത്, ഞാൻ പോയത് അമ്മക്കുട്ടി അറിയിക്കണ്ട.